ദൈവസന്നിധിയിൽ പ്രതീക്ഷയോടും വിശ്വാസത്തോടും കൂടെ ആരാധിക്കുന്ന, ആശ്രയിച്ചടുത്ത് ചെല്ലുന്ന ഒരു ദൈവപൈതലിനെ ദൈവം സ്ഥലം പോരാതെ വരുവോളം അനുഗ്രഹിക്കുവാൻ ശക്തിയുള്ള ദൈവമാണ്. എന്നാൽ പലപ്പോഴും നാം അതിൽ നിന്ന് അകന്നു പോകുവാനുള്ള കാരണം നമ്മളുടെ മടിയും ഉദാസീനതയും നാം ദൈവസന്നിധിയിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്യാതിരിക്കുന്നതുമാണ് എന്ന് നാം മറക്കരുത്. ദൈവവചനത്തിൽ ഇങ്ങനെയൊരു വാക്യമുണ്ട്: മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കാം, അതോടുകൂടെ സകലതും നിനക്ക് ലഭ്യമാകും. അതെ, ജീവിതത്തിൽ ദൈവരാജ്യത്തിനായി, ദൈവരാജ്യത്തിൻ്റെ നീതിക്കായി വിശ്വസ്തയോടെ നിന്നാൽ എല്ലാ സ്ഥലത്തും ഒരുപക്ഷെ നാം ഉയർത്തപ്പെട്ടു എന്ന് വരികയില്ല. എന്നാൽ ദൈവം നമ്മെ ഉയർത്തുവാൻ വിശ്വസ്തനാണ്. അതെ, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കരത്തിന് കീഴിൽ നാം താണിരിക്കേണ്ടുന്നത് ആവശ്യമാണ്. മലാഖിയുടെ പ്രവചനം 3-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം: ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരും. അതെ, സ്ഥലം പോരാതെ വണ്ണം ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ ദൈവസന്നിധിയിൽ താൽപ്പര്യത്തോടെ നമ്മെ തന്നെ സമർപ്പിക്കുകയും ദൈവഹിതത്തിനായി നാം നമ്മെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്യണം. അപ്രകാരം നാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവഹിതത്തിനായി നമ്മെ തന്നെ ഏൽപ്പിച്ച് ദൈവാലോചനയ്ക്കായി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് നയിക്കുന്നുവെങ്കിൽ ദൈവം സ്ഥലം പോരാതെ വരുവോളം അനുഗ്രഹിപ്പാൻ ശക്തനാണ്. കാരണം ദൈവവചനം ഇങ്ങനെ പറയുന്നു: അല്പത്തിൽ വിശ്വസ്തനായവനെ അധികത്തിൽ വിചാരകനാക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. നമ്മളെ ഏൽപ്പിക്കുന്ന ചെറുതും വലുതുമാകുന്ന ജീവിത സാഹചര്യങ്ങളിൽ നാം വിശ്വസ്തത പുലർത്തുകയും ദൈവിക നീതി നിലനിർത്തുകയും ചെയ്യുവാൻ നാം തയ്യാറാകേണ്ടിയിരിക്കുന്നു. അപ്രകാരം നാം വിശ്വസ്തത നിലനിർത്തുമ്പോൾ അധികത്തിൽ വിചാരകനായി ദൈവം നമ്മെ ഉയർത്തുകയാണ്. ആഹാരവും സമൃദ്ധിയും അനുഗ്രഹവും അവൻ നിങ്ങൾക്ക് നൽകും എന്ന് സങ്കീർത്തനം 132-ന്റെ 15-ാം വാക്യം ഇങ്ങനെ പറയുന്നു. ദരിദ്രന്മാർക്ക് അപ്പം കൊണ്ട് തൃപ്തി വരുത്തുന്ന ഒരു ദൈവമുണ്ട്. അതെ, ജീവിതത്തിൽ നമ്മളുടെ പോക്കറ്റുകൾ പലപ്പോഴും അറിയാതെ ശൂന്യമായി പോകുന്നുണ്ടോ? നാം ദൈവസന്നിധിയിൽ ചെയ്യേണ്ടുന്നത് പോലെ നമ്മുടെ സമയം, നമ്മുടെ ആയുസ്, നമ്മളുടെ ആരോഗ്യം, നമ്മളുടേതാകുന്ന കാണിക്ക, നമ്മളുടേതാകുന്ന ദശാംശം അതൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം സ്ഥലം പോരാതെ വരുവോളം നമ്മെ അനുഗ്രഹിക്കും.